അമുസ്ലിമായ മനുഷ്യന്റെ നായകളെ ഉപദ്രവിക്കരുത്, ഒരു പട്ടിയെ പോലും ആക്രമിച്ചു പോകരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനിലാണ്. ആ ദീനിന്റെ മക്കളായി ജീവിക്കാൻ ഭാഗ്യം നൽകിയ നമ്മുടെ ഇടയിലാണ് സന്തോഷ ദിനം വന്നിരിക്കുന്നത്. നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ സ്നേഹത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് സൂചനകൾ. നിങ്ങൾ മൂമിനാവണോ, നിങ്ങൾ മൂമിനായി മരിക്കണോ, ഹത്താസുറാഹിമോ, നിങ്ങൾ പരസ്പരം സ്നേഹനിധികളാവണം, കരുണ കാണിക്കണം, സ്നേഹം പ്രകടമാക്കണം. അത് ജാടയല്ല, യഥാർത്ഥമായ സ്നേഹം നിങ്ങൾ പ്രകടമാക്കണം. ആ സമയത്ത് മദീനത്തുള്ള സ്വഹാബികൾ പറഞ്ഞു, കൊല്ലുനാക്കി നബിയെ, നിങ്ങളൊക്കെ കരുണ കാണിക്കുന്നവരും പരസ്പരം സ്നേഹം കാണിക്കുന്നവരുമല്ലേ എന്ന് ചോദിക്കുമ്പോ ലോകത്ത് സ്നേഹമുണ്ടെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബി റഹ്മത്തി അഹദികും സ്വാഹിബഹു, നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ മറ്റൊരുത്തനോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. മദീനക്കാരായ സഹാബികളെ നബിതങ്ങളുമൊത്ത് സ്വർഗത്തിൽ പാടിക്കളിക്കണമെന്ന് കൊതിച്ചുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് മക്കയിൽ നിന്ന് നബിതങ്ങളുമൊത്ത് പുറപ്പെട്ടു പോയ സഹാബികൾ, വഹാബികളുണ്ട്, അൻസാറുകളുണ്ട്. ആ സഹാബികളോട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ പെട്ട ഒരു മനുഷ്യൻ മറ്റൊരുത്തരോട്, എന്റെ സഹാബികളെ മദീനത്തെ പള്ളിയിലിരിക്കുന്ന നിങ്ങളിൽപ്പെട്ട ഒരുത്തൻ മറ്റൊരുത്തരോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം, ജാതി മത വ്യത്യാസമില്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ നേതാവ് പറഞ്ഞു, പെരുമാൾ വരുമ്പോൾ ഒരു പ്രത്യേകമായ സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കാറുണ്ട്. ഒരു പ്രത്യേകമായ സ്നേഹപ്രകടനം, സന്തോഷം കുട്ടികളിൽ, കൂട്ടുകാരിൽ, അടുത്ത് താമസിക്കുന്ന അയൽപ്പക്ക വീട്ടുകാരിൽ, റൂമുകളിലുള്ള കൂട്ടുകാരിൽ എല്ലാവരോടും കാണിക്കുന്ന ഒരു പ്രത്യേകമായ സ്നേഹം. മറ്റൊരു ഹദീസ് കൂടെ ആമുഖമായി നമുക്ക് പറയാം. സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ കിടക്കണോ? കണ്ണൂരിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഭിക്കാനുള്ള ചോദ്യമാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല തത്വതയുള്ള ഈ വ്യക്തി ഒരു ദിവസം 1000 കാറ്റുകൾ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. പക്ഷേ നാളെ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നിന്ന്, പടത്തറത്തിന്റെ മുന്നിൽ നിന്ന് ഒരു മനുഷ്യൻ ഈ വ്യക്തി എന്നെ ആക്രമിച്ചവനാണ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാള് അവൻ എന്നെ ആക്രമിച്ചവനാണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് സ്വർഗമില്ല. ഒരു ദിവസം 1000 റക്അത്തുകൾ യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൻതറക, ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കുന്നവൻ. പക്ഷേ മറ്റൊരുത്തൻ അല്ലാഹുവിന്റെ അരികിൽ വെച്ച് ഇവൻ എന്റെ അക്രമിയാണ്, എന്നെ ആക്രമിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ഈ മുസ്തഖി എന്ന് പറയുന്നവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ പ്രയാസമാണ്. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവാണ് പെരുന്നാൾ ദിവസത്തിൽ സന്തോഷം പ്രകടമാക്കാൻ, സന്തോഷത്തോടുകൂടെയുള്ള അന്ന് വല്ലാത്തൊരു സന്തോഷമുള്ള ജീവിതം കാഴ്ചവെക്കണമെന്ന് പഠിപ്പിച്ചുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
വല്ലാതെ ആകർഷിപ്പിച്ച, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു സംഭവം ഞാൻ കേട്ടു. എന്താണത്? അപ്പൊ മുആവിയയോട് കൂട്ടുകാർ ചോദിക്കുകയാണ്, നിങ്ങളെ വല്ലാതെ ആകർഷിപ്പിച്ച ആ വിഷയം ഏതായിരുന്നു? സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അൽ മുതഹാബ്ബൂന ഫീ ജലാലി, അൽ മുതഹാബ്ബൂൻ പരസ്പരം പുഞ്ചിരിക്കുന്ന, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. പ്രിയപ്പെട്ട ഈമാനുള്ള മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളുടെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കൽ, ഒരു സുഹൃത്തിന്റെ മുഖത്ത് നോക്കിയൊന്ന് സന്തോഷത്തോടുകൂടിയുള്ള ഒരാമീൻ കാണിക്കൽ, പോകട്ടെ തബസ്സുമുക എന്ന് റസൂലുള്ളാഹി ഒന്ന് പുഞ്ചിരിക്കൽ ഇബാദത്താണ്, സ്വതത്തയാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ മുതഹാബ്ബൂൻ പരസ്പരം സ്നേഹം വെച്ച് മഹബത്ത് വെച്ചുകൊണ്ട് പരസ്പരം രണ്ട് കൂട്ടുകാരൻ കണ്ടുമുട്ടുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്നേഹനിധികൾ ഒന്ന് കൈപ്പിടിക്കുന്നുവെങ്കിൽ ലഹും മനാബിറു മിൻ നൂരിഹി യബ്തിഹുൽ നബിയ്യൂന വശുഹദാ. സഹീഹായ ഹദീസിൽ കാണാം, മുത്തിനാൽ അലങ്കരിക്കപ്പെട്ട സ്റ്റേജുകളിൽ ചില ആളുകളെ അല്ലാഹു പ്രത്യക്ഷപ്പെടുത്തും. മുത്തിനാൽ അലങ്കരിക്കപ്പെട്ട സ്റ്റേജുകളിൽ അമ്പിയാക്കളിൽ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹീം, നബിയുല്ലാഹി മൂസാ, എല്ലാ അമ്പിയാക്കളും കൊതിച്ചു പോകും, ആരാണ് കുട്ടികളെ, ആ ചെറുപ്പക്കാരായ മക്കൾ ആരാണ്? ഈ നിലക്ക് അലങ്കരിക്കപ്പെട്ട സ്റ്റേജിൽ എന്തേ അല്ലാഹു അവരെ പ്രത്യക്ഷപ്പെടുത്തിയത്? ഹംദത്തുൽ ഖറാറിനെ പോലെയുള്ള സുഹൃതാക്കൾ അവരുടെ അരികിലൊന്ന് നിൽക്കാൻ യഹൂദിക്കുഹും നബിയ്യൂന വശുഹദാ,